പ്രധാനപ്പെട്ട കാര്യം തീവ്രവാദത്തിനെതിരെയുള്ള ഒരു നിലപാട് ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേൽ പാർലമെൻറ്റിൽ അഭിസംബോധന ചെയ്യുന്നത്. മോദിയുടെ പ്രസംഗം കഴിയുമ്പോഴേക്കും മുഴുവൻ അംഗങ്ങളും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രമാത്രം ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു. കാരണം ഇസ്രായേലും ഇന്ത്യയും നേരിടുന്നത് ഒരേ തരത്തിലുള്ള ഭീകരവാദമാണ്. ആ പ്രശ്നത്തിൽ ഒരുമിച്ച് ഇരു രാജ്യങ്ങളും കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങളുടെ വേദന എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവിടെ തീവ്രവാദത്തെ തുരത്തുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഇസ്രായേലുമായി കൈകോർക്കും. വലിയ സൗഹൃദമുള്ള രാജ്യമാണ്. മറിച്ച് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് വന്നത്. മോദി സഹോദര തുല്യനാണ് എന്ന വാക്കുകളാണ് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിരോധ രംഗത്ത് മാത്രമല്ല, കാർഷിക രംഗം, വാണിജ്യ രംഗം, ധന ഇടപാടുകൾ, അങ്ങനെ പല കാര്യങ്ങളിലും പുതിയ കരാറുകൾ ഉണ്ടാകാൻ പോകുന്നു. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രതിരോധ രംഗത്ത് തന്നെ അയൺ ഡോമിൻ്റെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറാം. ഇറാൻ ഇതുവരെ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ അണ്വായുധവുമായി ബന്ധപ്പെട്ട്, ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തള്ളുന്ന ഒരു നിലപാടിലാണ് ഇറാൻ നിൽക്കുന്നത്. ഇറാൻ്റെ തീരത്ത് അമേരിക്കയുടെ വലിയ കപ്പൽപ്പട തന്നെയുണ്ട്. മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലുമായി അമേരിക്ക അവരുടെ സൈനിക താവളങ്ങളിൽ കൂടുതൽ സൈനികരെ ഇറക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തിന് സജ്ജമായി നിൽക്കുന്ന കാര്യം. അമേരിക്കയും ഇസ്രായേലുമായുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ നീക്കങ്ങൾ, അതും ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണുന്നു. റഷ്യ ആകട്ടെ ഇറാനുമായി വലിയ സഖ്യത്തിലാണ്. സംയുക്ത സൈനിക അഭ്യാസം അവരും നടത്തുന്നുണ്ട്. അങ്ങനെ ആക്രമണമുണ്ടായാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ മുക്കുന്നതിനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് ഖമേനി ആവർത്തിച്ച് പറയുന്നു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോകുന്നത്. മാത്രമല്ല, ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ 2023 ഹമാസിൻ്റെ ആക്രമണത്തെ അദ്ദേഹം അപലപിച്ചു എന്ന് മാത്രമല്ല, അതിക്രൂരം എന്ന വാക്കാണ് നരേന്ദ്രമോദി ഉപയോഗിച്ചത്. ഇന്ത്യയിലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, ഈ 2 ആക്രമണങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് മോദിയുടെ പ്രസംഗമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വലിയ കയ്യടിയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്നു.